കൽപ്പാത്തി രഥോത്സവത്തിലെത്തിയ ഷാഫി ചുറ്റും കൂടി നിന്ന ആളുകളെ ഹരം കൊള്ളിക്കുകയാണ്. പാലക്കാടൻ മണ്ണിന്റെ ആവേശ ഉത്സവമായ കൽപ്പാത്തി രഥോത്സവം എന്നത് ജാതി മതമന്യേ ആളുകൾ ആഘോഷിക്കുന്നതാണ്. അവിടേക്ക് പാലക്കാടിന്റെ വടകരയുടെ MP ആയ ഷാഫി കഴിഞ്ഞ 10-15 വർഷമായിട്ട് മുടങ്ങാതെ വരുന്നുണ്ട് എന്ന് തുറന്നു പറയുകയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ വർഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതേ സമയത്തായിരുന്നു. കൽപ്പാത്തി രഥോത്സവം കാരണം തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കുകയും ചെയ്തിരുന്നു. ആ രഥോത്സവം കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും കോൺഗ്രസ് വിജയത്തേരിൽ ആറാടിയിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്തവണയും. രഥോത്സവം കഴിഞ്ഞാൽ ഉടൻ തന്നെ നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിൽ വിജയം കൊള്ളുമോ എന്ന ചോദ്യത്തിന് അതിലൊരു സംശയം വേണ്ട എന്നായിരുന്നു ഷാഫി മറുപടി നൽകിയത്. പാലക്കാടിന്റെ മണ്ണെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മണ്ണ് കൂടിയാണ് എന്നോർക്കണം. അതേ രാഹുൽ മാങ്കൂട്ടത്തെയാണ് കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞിട്ട് പാലക്കാടിന്റെ മണ്ണ് വിജയത്തേരിൽ എത്തിച്ചത്. കൽപ്പാത്തിയിലെ ഷാഫിയുടെ പഴയ ബന്ധങ്ങളെ പുതുക്കുകയാണോ എന്ന ചോദ്യത്തിന് പഴയ ആളുകളല്ലല്ലോ, എല്ലാവരും നമ്മുടെ ആളുകളല്ലേ, ബന്ധങ്ങൾ തുടരുവാൻ പദവി ഒരു പ്രശ്നമല്ല എന്നാണ് ഷാഫിയുടെ മറുപടി. അതായത് പദവിയോ പാർട്ടിയോ ഒന്നും ബന്ധങ്ങൾ തുടരാൻ ഒരു തടസ്സമല്ല എന്നത് മാങ്കൂട്ടത്തെ ഉദ്ദേശിച്ചാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകണം. എത്ര തിരക്കിലും തന്റെ പതിവ് രഥോത്സവം കൂടാനായി ഷാഫി ഓടിയെത്തുകയായിരുന്നു. ജനങ്ങൾ തിങ്ങി നിന്ന രഥോത്സവത്തിലേക്ക് ചെന്നിറങ്ങുന്ന ഷാഫിയുടെ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. പഴയ ആളെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും നമ്മുടെ ആളുകൾ തന്നെയാണല്ലോ. ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ അവിടെ കാണാതെ ശീലങ്ങളുടെ ഭാഗമാണ്. ഇപ്പം രഥോത്സവം കൽപ്പാത്തി വന്നാൽ ഞാൻ ഈ വീട്ടിൽ കയറാതെ ഇതുവരെ മടങ്ങിയിട്ടില്ല. ഇവിടെ മാമനും മാമനെ കാണാതെ വരെ തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ തുടരും. ഇപ്പം ബന്ധങ്ങൾ തുടരുന്നതിന് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് പദവിയുടെ ഒരു കാരണം ഉണ്ടാവണമെന്നില്ലല്ലോ. ഞാൻ 2011 മുതലുള്ളൊരു ശീലമാണ്. ഇടക്കാലത്ത് നമുക്കറിയാം, കോവിഡ് വന്ന ഒരു പീരീഡിൽ അപ്പോൾ പോലും ചെറുതായിട്ടതല്ലാതെ ഇവിടുന്ന് ഇതുവരെ രഥോത്സവം മുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം തീർച്ചയായിട്ടും വരാൻ സാധിച്ചു. ഇവിടുത്തെ ഈ തിരക്കിലിങ്ങനെ അതിലൊരാളായിട്ട് അലിയാനും ഈ സന്തോഷത്തിൻ്റെ ഭാഗമാവാനൊക്കെ കഴിയാമെന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷം, അഭിമാനം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനപ്രതിനിധിയായപ്പം ഈ പ്രദേശത്തെ ജനത ഏൽപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് എക്കാലത്തും വലിയൊരു ചാരിതാർത്ഥ്യമാണ്. ഇവിടെ വന്നപ്പോൾ കുറേ പഴയ ആളുകളെ കണ്ടല്ലേ? പഴയ ആളെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും നമ്മുടെ ആളുകൾ തന്നെയാണല്ലോ. ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ അവിടെ കാണാതെ ശീലങ്ങളുടെ ഭാഗമാണ്. ഇപ്പം രഥോത്സവം കൽപ്പാത്തി വന്നാൽ ഞാൻ ഈ വീട്ടിൽ കയറാതെ ഇതുവരെ മടങ്ങിയിട്ടില്ല. ഇവിടെ മാമനും മാമനെ കാണാതെ വരെ തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ തുടരും. ഇപ്പം ബന്ധങ്ങൾ തുടരുന്നതിന് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് പദവിയുടെ ഒരു കാരണം ഉണ്ടാവണമെന്നില്ലല്ലോ. ചിലപ്പം പരിചയപ്പെടാൻ അതൊരു കാരണമാവാം, പക്ഷെ അത് തുടരുന്നതിന് ഇങ്ങനെ ഒരു വേറെ പദവി ഒരു കാരണം ആവണമെന്നില്ലല്ലോ. എങ്ങനെയുണ്ട് മൊത്തം ഓളം തിരക്കും? ഓരോ വർഷം വരുമ്പോഴും ആളുകൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തേനേക്കാളും തിരക്കൂടി, ഇപ്രാവശ്യം വന്നപ്പോഴും ആളുകൾ പറഞ്ഞ് തിരക്ക് കൂടുകയാണെന്ന്. അപ്പം കൽപ്പാത്തി രഥോത്സവം ആ അർത്ഥത്തിൽ വളരുകയാണ്. അതിരുകളും അതിർത്തികൾക്കെല്ലാം അപ്പുറത്തേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു ദേശീയോത്സവമായിട്ട് ഒരു വശത്ത് വിശ്വാസപരമായ കാര്യങ്ങൾ അതിൻ്റെ വൃത്തിക്ക് നടക്കുന്നു, മറുവശത്ത് ഇതുപോലെ വലിയ ആൾക്കൂട്ടം ഒഴുക്കായി. ഇപ്പം എന്നോട് നേരത്തെ ഒരാൾ ചോദിച്ചത് ഇത് തൃശ്ശൂർ പൂരം പോലെ ആയി വരുന്നുണ്ടോയെന്ന് നേരത്തെ ഒരാൾ ചോദിച്ചത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് രണ്ട് കൈയും നീട്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഉത്സവമായി കൽപ്പാത്തി രഥോത്സവം മാറി. പാലക്കാടിൻ്റെ ഒരു ദേശീയോത്സവമായി ഒരു സംശയവും വേണ്ട. എല്ലാവരും എത്തിച്ചേരുകയല്ല. ഇപ്പം എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഉണ്ട്. മലയാളികൾ, ഈ പ്രദേശത്തുകാർ പുറത്തെ രാജ്യങ്ങളിൽ പോയവരൊക്കെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു വർഷം ആവാൻ ഓടി ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി. എല്ലാവരും തിരിച്ചു വിളിക്കുന്ന ഒരു കാന്തത്തിൻ്റെ ശക്തിയുള്ള ഉത്സവം കൂടിയാണ്. ഈ കഴിഞ്ഞ വർഷം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കൽപ്പാത്തി രഥോത്സവം കൊണ്ട് കുറച്ച് നീട്ടിവെച്ചു. അങ്ങനെ പിന്നെ അത് ഇപ്പോൾ ഷാഫിക്ക് ഉൾപ്പെടെ വലിയ സന്തോഷമായിരുന്നു. ഇതും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെതാണ്. ഈ രഥോത്സവം കഴിഞ്ഞും സന്തോഷമായിരിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്രാവശ്യത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇതിനകത്തും നീട്ടിവെക്കേണ്ട ഒന്നുണ്ട്, അത് SIR ആണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഇടയിൽ തന്നെ അത് നടത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധി അതിനെ സംബന്ധിച്ച് തന്നെ പരാതിയുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ നടത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധി സത്യം പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യമില്ല. കാരണം ആളുകളെല്ലാം വാർഡിൽ സാധാരണ ജനങ്ങൾ എൻഗേജ്ഡ് ആവുന്ന, സാധാരണക്കാർ ഇറങ്ങി നിന്ന് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിരുന്നു കുറച്ചും കൂടെ സമയം വേണ്ടത്. അതിൻ്റെ നിയമ പോരാട്ടങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതൊക്കെ മറ്റൊരവസരത്തിൽ വിശദമായിട്ട് പറയാം. ഇപ്പോൾ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ സ്നേഹസംഗമത്തിലേക്ക് അലിയ